ഹലോ ഗൈസ്, മെഫിസ്റ്റോ ഗെയിമിംഗ് ഹിയർ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് കൊടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളന്നൊരു ബിയർ മാച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ റിമിനാമിലാണ് ഇറങ്ങിയത്. പക്ഷെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമേറ്റ് ഒരാളെ നോക്കായിട്ടുണ്ട്. അവനെ റിവൈവ് ചെയ്യാൻ പോയേക്കായിരുന്നു ഞാൻ. അവനെ റിവൈവ് ചെയ്ത് തിരിച്ചു പോകാറുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ ടീമേറ്റ് എല്ലാവരും കൂടെ പല സ്ഥലത്തായിട്ടാണ് ഇറങ്ങിയത്. നമ്മുടെ തേർഡ് നമ്പർ ടീമേറ്റ് ആണെങ്കിൽ നെറ്റ് പോയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് കാഷ്വലായിട്ട് കറങ്ങി നടക്കുകയാണ്. അതാണ് എൻ്റെ പ്ലാനായിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ 2 ഗിൽഡ് മേറ്റ്സ് ആണ്. പിന്നെ ഒരു റാൻഡം പ്ലെയർ ആയിട്ടാണ് കയറിയേക്കുന്നത്. 4 നമ്പർ പ്ലെയർ ഒരു റാൻഡം പ്ലെയർ ആണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കാഷ്വലായിട്ട് കറങ്ങി നടക്കുകയാണ്. കാരണം എനിമീസിനൊന്നും കാണുന്നില്ല. അപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ ഗൈസ്. അത് കാരണം അതിങ്ങനെ എനിമീൻ്റെ അടുത്ത് ചെന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കളിക്കായിരുന്നു. പിന്നെ ശരിക്കുള്ള പ്ലാൻ എന്ന് പറയുന്നത് സെക്കൻഡ് ലാസ്റ്റ് സോണൊക്കെ ആകുമ്പോൾ ഫൈറ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടീമേറ്റ്സിനോട് മാക്സിമം പറയുന്നുണ്ട് ഹോൾഡ് ചെയ്തൊക്കെ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 4 നമ്പർ ടീമേറ്റ് ആണെങ്കിൽ തന്നെ പോയി സ്വന്തം ഇഷ്ടത്തിന് ഫൈറ്റ് എടുക്കുകയാണ്. ഫൈറ്റ് എടുക്കണതിനൊന്നുമല്ല കുഴപ്പം, അവൻ ഫൈറ്റ് എടുത്തോട്ടെ. പക്ഷേ ഒരുമിച്ച് എടുക്കണമെന്ന് പറഞ്ഞിട്ടാരും കേൾക്കുന്നില്ല. അപ്പോൾ അവൻ ഫൈറ്റ് എടുക്കാൻ പോയി. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ കില്ലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ക്യാഷ്വലായിട്ട് കറങ്ങി നടക്കുകയാണ്. അങ്ങനെ കറങ്ങി ക്ലോക്ക് ടവറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലോക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 4 നമ്പറോട് ഫൈറ്റ് എടുക്കണം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും അവിടെ വെച്ച് ഫൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പോവാണ്. അവിടെ ഒരു സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ടെന്ന് 4 നമ്പർ പറഞ്ഞെങ്കിലും എനിക്ക് സ്ക്വാഡിൻ്റെ പ്രശ്നസ് ഒന്നും ഫീൽ ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് അവനെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറായിരുന്നു. അപ്പോൾ അവനെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ പോവാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവൻ നോക്കായിട്ടുണ്ട്. അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവനെ എനിമിയെ കില്ലെടുത്തു. പക്ഷേ എനിമിനെ വെറുതെ ഇടാനുള്ള പ്ലാനില്ല. അപ്പോൾ എനിമിയെ എവിടെയാണെന്ന് വെച്ചിട്ട് അവൻ പറയണില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവൻ ചാടി വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ടീമേറ്റിൻ്റെ അവൻ വെച്ച് പെട്ടെന്ന് മെഡിക്കറ്റ് അടിച്ച് പിന്നെ നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഞങ്ങളുടെ ടീമേറ്റ് പറയാണ് അവിടെ വേറെ 2 പേരുണ്ട്. അപ്പോൾ മുകളിലൊക്കെ ആണെങ്കിൽ എനിക്ക് മുകളിൽ നിന്ന് ഇറങ്ങുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവൻ ക്ലോക്ക് ടവറിൻ്റെ മറ്റേ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് ഇരിപ്പോയി. അപ്പോൾ ഞാൻ അവനെ പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്യാൻ നോക്കി. കാരണം ടീമേറ്റിൻ്റെ വില നമുക്ക് അറിയാലോ, ഒരാളെ പോലും ലൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ അവനെ വേഗം റിവൈവ് ചെയ്തിട്ട്, അപ്പോൾ റിവൈവ് ചെയ്യുന്ന സമയത്ത് ഒരാൾ പറയാണ്, എൻ്റെ ടീമിൽ ഫസ്റ്റ് വെക്കണ ആൾ പറയാണ് എനിക്ക് കില്ല് വേണം, ഇതുവരെ എനിക്ക് കില്ലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അവൻ ഫ്രഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഗ്രനേഡിനെ സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ ബാക്കിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രനേഡ് ഇല്ലായിരുന്നപ്പോൾ 2 ഗ്രനേഡ് വണ്ടിയിൽ എടുത്തിട്ട് ഞാൻ എറിയാന്നുള്ള പ്ലാനിലാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ MP5 ഉണ്ടായിരുന്നു. അപ്പോൾ മാറ്റിയിട്ട് മാഗ് തന്നെ എടുത്ത് എന്നിട്ട് ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ നമ്മുടെ 4 നമ്പറാണെങ്കിൽ അവിടെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങിയിട്ട് മുകളിലുള്ളവനെ ഗ്രനേഡ് എറിയാന്നുള്ള പ്ലാനിലാണ് ഇരുന്നത്. അപ്പോഴത്തേക്കും അവന് ചെന്ന് ഫൈറ്റ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. ഡാമേജ് കിട്ടിയവൻ ഞാൻ അവൻ്റെ ഇത് വന്നുകൊണ്ട് അവൻ മെഡിക്കറ്റ് അടിക്കണ പറ്റിയ ക്യാരക്ടർ മാർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഗ്രനേഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കില്ലെടുത്തായിരുന്നു ഓൾറെഡി. ഞാനത് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ എലിമിനേഷൻ നോക്കുമ്പോഴാണ് മനസ്സിലാക്കിയത്. നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ കില്ലെടുത്തു എന്നുള്ളത്. ഞാനിങ്ങനെ അവനിങ്ങനെ തപ്പിക്കൊണ്ട് കിടക്കാണ്. ഇവനെ എവിടെയാണ് ഇവനെന്താ അടിക്കാത്തത്, ആരടിക്കാത്തതെന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ടീമേറ്റാണെങ്കിൽ പറയണില്ല ഞാൻ കില്ലെടുത്തൊന്നും പറയണില്ല. ഞാനിങ്ങനെ എന്നാൽ പിന്നെ സോൺ വരുന്നുണ്ട്. അപ്പോൾ സോണിൽ കയറിയിട്ട് അവൻ അടിക്കുക എന്നുള്ള പ്ലാനിൽ താഴേക്ക് ഇറങ്ങി വരുമ്പോഴും ഇവൻ പറയണില്ല ഞാൻ കില്ലെടുത്തു എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ തപ്പിക്കൊണ്ട് കിടക്കുകയാണ്. ഇവനെന്താ വരാത്തതെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവർ 2 പേരും അവിടെ കൊണ്ടുവരിക, അവരടിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മാറിയിരുന്നു. കുറച്ച് ലൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വീടിൻ്റെ അകത്ത് കയറി കുറച്ച് ലൂട്ട് എടുക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫൈറ്റ് എടുക്കാണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഗൈസ്. അവൻ ഓൾറെഡി ചത്ത് ഗൈസ്. ഞാൻ ചമ്മിപ്പോയി, സത്യം പറഞ്ഞാൽ ഞാൻ ചമ്മിപ്പോയി ഗൈസ്. ഞാൻ അവിടെ നിന്ന് എനിമീനെ ഞാൻ അവനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞാണ് ഗെയിമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എനിമി ഇതേ ഫ്രണ്ടിൽ കൂടെ കയറിയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അവനെ കണ്ടില്ലായിരുന്നു ഗൈസ്. അതിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ടീമേറ്റ് കുത്തിപ്പിടിച്ചങ്ങ് മാഗ് വെച്ച്. അപ്പോൾ ടീമേറ്റ് എന്തായാലും വേറെ ആൾക്കാർ എനിമിയൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ടീമേറ്റിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉടനെ ഓട്ടമാണ് ഞാൻ കാണുന്നത്. ഓടാൻ സമയത്ത് കില്ല് കിട്ടി. അവനെ നമ്മുടെ വേറെ ടീമേറ്റ് വന്ന് റിവൈവും ചെയ്തു. അതിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ തേർഡ് നമ്പർ പ്ലെയറിൻ്റെ നെറ്റ് പോയിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നെറ്റ് വരും. ആ ഒരവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവനെ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. നെറ്റ് പോവാണ്, എന്തായാലും ഞങ്ങൾ 3 നേരമായിട്ട് കളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നത്, എന്തായാലും അവൻ നോക്കാവും. അപ്പോൾ അവൻ എവിടെയെങ്കിലും പൊങ്ങി റിവൈവ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിനെ കൂടെ കൂട്ടി ഇൻ കേസ് ഞങ്ങൾ ചത്തു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് നേരം കൂടെ സർവൈവൽ ടൈം കിട്ടുമല്ലോ പോയിൻറ്റ്സിന് വേണ്ടിയിട്ട്. എന്തായാലും അവിടെ വിചാരിച്ച് അവൻ എന്തായാലും ചാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ നോക്കായി കിടക്കാനുള്ളത്. അപ്പോൾ അവനെ ഫാക്ടറി പോയി റിവൈവ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഫാക്ടറിയിലാണെങ്കിൽ കുരിഞ്ഞ ഫൈറ്റ്. ഞാൻ നൈസായിട്ട് ഹൈഡ് ചെയ്തിട്ട് ബാക്കിൽ കൂടെ അടിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റേ ടാങ്കിൻ്റെ അവിടെയായിട്ട് നല്ല ഫൈറ്റ് നടക്കുന്നു. സ്കൈലർ ഇട്ടിട്ട് ഗ്ലൂ വാൾ പൊളിച്ച് അവർക്ക് നല്ല രീതിക്ക് പ്രഷർ കൊടുക്കാനായിരുന്നു പ്ലാൻ. നോക്കുകയാണെങ്കിൽ അവിടെ ആണെങ്കിൽ നല്ല ഫൈറ്റ് നടക്കണം. അവിടെ അങ്ങ് അടിച്ചു സ്കൈലർ അടിച്ച്
നോക്കുകയാണെങ്കിൽ എടുത്ത് ഓടി പോകേണ്ട അവനടിക്കും. അപ്പോൾ ടീമേറ്റും വന്ന് അവന് ഫോണിൽ പെട്ടുകൊണ്ട് തന്നെ അവനെ ഡാമേജ് രണ്ടുപേരും തന്നെ നോക്കായി. 2 കില്ല് എനിക്ക് കിട്ടി. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവിടെ വേറെ ടീമേറ്റ് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അവന്മാരുടെ. ഓടിപ്പോകുന്നുണ്ട് പോയാൽ അവൻ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്പർ പ്ലെയർ ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഡാമേജ് കൊടുക്കുന്നുണ്ട്. കളിക്കാനും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും നല്ല രീതിക്ക് തന്നെ ഡാമേജ് കൊടുക്കുന്നുണ്ട്. ആളൊരു ബിഗിനർ ലെവൽ പ്ലെയർ ആയതുകൊണ്ട് തന്നെ ആളെ അധികം ഞങ്ങൾ അങ്ങനെ ഫോഴ്സ് ചെയ്യില്ല. കളിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ഫോഴ്സൊന്നും ചെയ്യില്ല. ആളുടെ ഇഷ്ടത്തിന് കളിക്കാനാണ് ഞങ്ങൾ പറയാറ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-ാം നമ്പർ അവനെ നോക്കിയിട്ടിട്ടുണ്ട്. ഞാനിട്ട് ഇനി അവർ റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് നോക്കിയതാണ് നിങ്ങളെ കണ്ടത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ഇറങ്ങി നടക്കാണ്. കാരണം അവിടെ ടീമേറ്റൊന്നുമില്ല, എനിമീസൊന്നും ഇല്ലയെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ക്യാഷ്വലായിട്ട് ഇറങ്ങി നടക്കാണ്. പിന്നെ എനിക്ക് ചാൻസ് ഉള്ളത് ഈ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ മുകളിലാണ്. എന്തെങ്കിലും പറയാമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇതിൻ്റെ മുകളിലാണുള്ളത്. ഇനിയും ഉണ്ടാവാൻ ചാൻസ് അവിടെയാണുള്ളത്. നോക്കാമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സോൺ ആവാറായിട്ടുണ്ട്. ഇനിയും 9 പേരെ ലൈവ് ഉണ്ട്. ഞങ്ങളെ കൂടെ കൂട്ടി 13 പേരെ ലൈവ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫൈറ്റ് എടുക്കാം. ലാസ്റ്റ് സോൺ ആവാറില്ല, അതുകൊണ്ട് തന്നെ ഫൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മറ്റേ സോണിൽ നിന്ന് കയറിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നെക്സ്റ്റ് എടുക്കാണ്. അങ്ങനെ ആരില്ലാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ 3rd നമ്പർ ടീമേറ്റ് ആണെങ്കിൽ നെറ്റ് പോയിട്ട് കയ്യിൽ വെച്ച് തന്നെ നോക്കായി. അപ്പോൾ ഞങ്ങൾ പിന്നെ അയാളെ ടോട്ടലി അങ്ങ് അവോയ്ഡ് ചെയ്ത്. കാരണം ഇനി നോക്കിയിട്ട് കാര്യമില്ല, അയാളുടെ നെറ്റ് പോയേക്കാണെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, നെറ്റ് പോയേക്കാണ്. ഒരാളിനി റിവൈവ് ചെയ്യാനും ചാൻസ് ഇല്ല വേറെ. കാരണം ഓപ്പൺ സ്പേസിലാണ് ലാസ്റ്റ് സോൺ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ റിവൈവ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഫൈറ്റ് എടുക്കാനും പറ്റില്ല, ടൈമും ഇല്ല പിന്നെ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സോൺ ആയിട്ടുണ്ട്, ലാസ്റ്റ് സോൺ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 UVA മേടിച്ച് വെച്ച് ഇനി എന്തെങ്കിലും കേസിൽ എനിമീസിനെ ലാസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അത് കാരണം നോക്കുമ്പോഴാണെങ്കിൽ 4-ാം നമ്പറിൻ്റെ അടുത്ത് ഫൂട്ട് അടിച്ച് ഞങ്ങൾ അങ്ങോട്ട് റഷ് ചെയ്യുകയാണെന്നാണ് ഈ കാണുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-ാം നമ്പർ അവനായിട്ട് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവനിപ്പോൾ ചാടി ഇറങ്ങിയ പ്ലെയറാണെന്ന് തോന്നുന്നു. അവനെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കയ്യിൽ നിന്നത് മാഗാണ് ഗൈസ്. അത് കാരണം അവനെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് അവനെ. ഞാൻ അങ്ങനെ അവനെ കുത്തിപ്പിടിച്ച് AC8 വെച്ച് കുത്തിപ്പിടിച്ച് അവനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടീം വൈപ്പോട്ടായിരുന്നു. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ എടുത്ത് വന്നു. അപ്പോൾ ഞാൻ ഫുൾ സ്കോഡ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗ്ലൂ വാൾ ഇട്ടിട്ട് UVA ഇട്ടത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവൻ്റെ ടീമേറ്റ് സൈഡിൽ കൂടെ വരുന്നത്. അവനാണെങ്കിൽ നിന്ന് ഗ്രനേഡ് വയ്ക്കില്ല. അപ്പോൾ ഞാനും 2 ഗ്രനേഡ് അങ്ങോട്ട് വീഴും. അപ്പോൾ അവനെയാണെങ്കിൽ ഞങ്ങൾ 2 പേരും ഫൈറ്റ് എടുക്കാണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പ്ലെയർ അവനെ എടുത്തിട്ടുണ്ട്, നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്നെ സെക്കൻഡ് പ്ലെയർ ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി 2 പേരുള്ളൂ, അവർ 2 പേരുള്ളൂ, വേറെ ടീമേറ്റ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൈലർ ഇട്ട് അടിക്കുകയാണ് അവനെ. അപ്പോൾ ലാസ്റ്റ് ടൈം നല്ല പ്രഷർ കൊടുത്തിട്ട് അവനെ അങ്ങ് എടുത്ത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ നോക്കായതുകൊണ്ട് തന്നെ ആ ടീം അവൻ്റെ ടീമേറ്റ് അപ്പുറത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവൻ വേറെ ടീം ആയതുകൊണ്ട് തന്നെ എൻ്റെ ടീമേറ്റ് അപ്പുറത്തുണ്ടെന്ന് മനസ്സിലായി. ലാസ്റ്റ് വന്നത് ഒരു സ്കോഡ് തന്നെയായിരുന്നു ഗൈസ്. കാരണം അവരുടെ ലാസ്റ്റ് 3 പേരെ ലൈവ് ഉണ്ടായിരുന്നുള്ളൂ. മറ്റവൻ എവിടെയാണെന്ന് എനിക്ക് അറിയാമുള്ള ഗൈസ്. അവൻ ലോഗിലെങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ പോക്കറ്റ് മാർക്കറ്റ് എടുത്തിട്ട് അതിനകത്തുനിന്ന് നമ്മുടെ ഹോംവറിൻ്റെ സ്കാനറബിലിറ്റി എടുത്തിട്ട് അതങ്ങോട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ എനിമീനെ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ അവനെ തീർക്കാൻ പോകുന്നതാണ് ഗൈസ് കാണുന്നത്. അപ്പോൾ അവനെന്തായാലും സ്പോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും നോക്കണ്ട, കയറി അടിക്കാന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. കാരണം സോൺ വരാണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ നല്ല രീതിക്ക് തന്നെ ഡാമേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്ലെയർ ആണെങ്കിൽ എനിക്ക് നല്ല സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് അവന് ഡാമേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഗ്ലൂ വാൾ ഇട്ട് കയറി വരാണ്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ഹൈഡ് ചെയ്ത് അടിക്കാമെന്ന് ഉള്ള പ്ലാനിലാണ് നിന്നത്. അപ്പോൾ അവൻ കയറി വരുമ്പോൾ അടിക്കാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ നോക്കുമ്പോഴാണെങ്കിൽ ഗ്രനേഡ് കുക്ക് ചെയ്യണം കഴിച്ചു. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ടീമേറ്റിന് ലൈഫ് അടിച്ചിട്ട് സ്കൈലർ ഇട്ട് അടിക്കാന്നുള്ള പ്ലാനാണ്. കാരണം ഗ്രനേഡ് കുക്ക് ചെയ്യണ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ അടിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ മറ്റേ സാധനം എടുത്ത് കഴിച്ചു അവൻ പറ്റിച്ച് നമ്മളെ. അവൻ ഗ്ലൂ മെൽറ്റർ ഇട്ടിട്ട് അവൻ നല്ല റഷ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞാനും അങ്ങോട്ട് റഷ് ചെയ്തു. കാരണം അപ്പോൾ ഫസ്റ്റ് പ്ലെയറിനോട് ഞാൻ പറഞ്ഞു, നീ നൈസായിട്ട് അങ്ങോട്ട് കയറിക്കോ, ഞാൻ സപ്പോർട്ട് മാഗ് വെച്ചിട്ട് അവനെ അങ്ങ് ഞാൻ ഒരൊറ്റ തൊടലിൽ അവനെ അങ്ങ് ഫിനിഷ് ചെയ്ത് കളി പോയി അടിച്ചു നമ്മൾ.